ഈ കുട്ടി ജനിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞതാണ് ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് തരണു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വാക്കായി കണക്കാക്കി വിവാഹം കഴിക്കുന്നവർ. അതിനാണ് വാഗ്ദാനം എന്ന് പറയുക. പിന്നെ പിതൃക്കളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കാലത്ത് ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട്. നാന്തി ശ്രാദ്ധം, ആഭ്യുദയിക ശ്രാദ്ധം എന്ന് പറഞ്ഞ് അത് രണ്ടെണ്ണം അത്ര കോമൺ ആയിട്ട് കേട്ടിട്ടില്ല, അവിടെ ഉണ്ടത്. പിന്നെ ഒരു കാര്യം മധുപർക്കം എന്നാണ്, അതും പ്രചാരത്തിലുള്ളതാണ്. ഈ മധുപർക്കം എന്ന് പറയുന്നത് തൈരും തേനും നെയ്യും കൂടി ഒരു മിക്സ്ചർ ഉണ്ടാക്കുക. തൈര് എന്ന് പറയുന്നത് പുളിക്കുന്ന ഒരു സാധനം, തേൻ എന്ന് പറഞ്ഞാലോ മധുരമുള്ളത്. അപ്പോൾ ആ പുളിയും മധുരവും കൂടി പരസ്പരം യോജിപ്പിച്ചു, എന്നിട്ടോ സ്നിഗ്ധത ഉണ്ടാവാൻ നെയ്യും കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇതിലും നല്ലൊരു സാധനം ഉണ്ടാവില്ല, മധുപർക്കം. ആ മധുപർക്കം എന്ന് പറയുന്നത് കൊടുക്കുക. അത് ആർക്കൊക്കെയാണ് സ്വതവേ കൊടുക്കുക എന്നറിയോ? എല്ലാവർക്കും കൊടുക്കില്ല. ഋത്വിക്ക് എന്ന് പറഞ്ഞാൽ യാഗം യജ്ഞം ചെയ്യാനുള്ള ഋത്വിക്ക്, പിന്നെ നമ്മുടെ ആചാര്യൻ, പിന്നെ വരൻ, അത് കഴിഞ്ഞാൽ സ്നാതകൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപനയനം കഴിച്ച് ഗുരുവിൻ്റെ അടുത്ത് പോയി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പഠിപ്പ് അവസാനിച്ചതിന് ശേഷം ഉപകുറുവാണൻ മടങ്ങി വരുന്നതിന് മുൻപ് കുളിക്കും. ആ കുളിച്ചു വരുന്ന ആ ആൾക്കാണത് കൊടുക്കുക. ഗൃഹത്തിലേക്ക് വരവേൽക്കുന്ന സമയത്ത് കൊടുക്കുന്നതാണ്. പിന്നെ രാജാവിനും. ഇങ്ങനെ 5 ആൾക്ക് മാത്രമേ ഈ മധുപർക്കമുള്ളൂ, വേറെ ഒരാൾക്കും കൊടുക്കാറില്ല. അപ്പോൾ വരൻ അതിൽപ്പെട്ടവനാണ്. മധുപർക്കം കൊടുത്താൽ അത് വിവാഹത്തിൻ്റെ ഒരു ചടങ്ങാണ്. പ്രതിസര ബന്ധനം എന്ന് പറഞ്ഞ് വധുവിൻ്റെ കയ്യിൽ രക്ഷാബന്ധനം പോലെ ഒരു സ്വർണം കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒരു സാധനം കെട്ടുന്നതാണ് പിന്നെ ഒരെണ്ണം. അത് വരനാണ് കെട്ടുക. ഇതൊക്കെ വരൻ ചെയ്യുന്ന പ്രവൃത്തികളെ പറ്റിയിട്ടാണ് പറയുന്നത് വരനുള്ളത്. പരസ്പര സമീക്ഷണം, അന്യോന്യം ആദ്യമായിട്ട് കാണുക. പഴയ കാലത്ത് കണ്ടുകൊണ്ടല്ലല്ലോ വിവാഹം, കാണാതെയാണല്ലോ. അപ്പോൾ കാണാൻ വേണ്ടി അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നല്ലൊരു മുഹൂർത്തം നോക്കി ആദ്യമായിട്ട് തിരശ്ശീല പോലെ ഒരു തുണി പിടിക്കും. അതിലിപ്പുറത്ത് പെൺകുട്ടി, ഇപ്പുറത്ത് ആൺകുട്ടി. അവർ രണ്ടുപേരെ നിർത്തി ആ സമയം അങ്ങോട്ട് വരുമ്പോൾ ആ കട്ടനങ്ങോട്ട് മുണ്ടങ്ങോട്ട് പൊന്തിക്കും. പൊന്തിച്ചാൽ അവർക്ക് അന്യോന്യം നോക്കി കാണാം. അതും വിവാഹമായി കഴിഞ്ഞ ഒരു ചടങ്ങാണ്. പിന്നെ കന്യാദാനം. ഈ കന്യകയെ ഞാൻ തരുന്നു എന്ന് പറഞ്ഞ അച്ഛൻ കൊടുക്കുന്നതാണ്. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ പെൺകുട്ടിയെ മടിയിൽ വെച്ച് അതിന് വേണ്ട മന്ത്രങ്ങൾ വേണ്ടതുപോലെ പറഞ്ഞ് ഞാൻ ഇനി ഈ കുട്ടിയുടെ ആരുമല്ല എന്ന് പറഞ്ഞ് കൊടുക്കണത്, ആ മന്ത്രം വേണ്ടതുപോലെ ചൊല്ലിക്കൊടുത്താൽ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന പറയുക. അങ്ങനെയുള്ളതാണ് കന്യാദാനം. ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യുക? ധർമാർത്ഥകാമങ്ങളിൽ പുത്രിയെ നീ അതിക്രമിക്കരുത് എന്ന് വരനെ കൊണ്ട് അച്ഛൻ ചൊല്ലിക്കുന്നതാണത് കന്യാദാനം. ആ പെൺകുട്ടിയെ ഞാൻ തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മം, അർത്ഥം, കാമം. അവിടെ മോക്ഷം പറയില്ലേ? എന്താ മോക്ഷത്തിൽ ഈ ആൾ പിന്നാലെ വേണ്ടല്ലോ. അപ്പോൾ മോക്ഷത്തിന് പ്രേരിപ്പിക്കാനും പാടില്ല, അതും കഷ്ടമാണല്ലോ. മോക്ഷത്തിന് പോയാൽ ഭാര്യ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം എന്ന് പറയുന്ന 3 പുരുഷാർത്ഥങ്ങളിൽ ഒരിക്കലും ഈ പെൺകുട്ടിയെ വിട്ടോ മാറ്റി നിർത്തിയോ നീ ചിന്തിക്കില്ല, പ്രവർത്തിക്കില്ല എന്നൊരു വാഗ്ദത്തം ചെയ്യിപ്പിച്ച് അത് ഏറ്റുചൊല്ലി കൊടുക്കുന്നത്. അഗ്നിസ്ഥാപനം. ഈ കല്യാണം കഴിച്ചാൽ ഉടനെ ഇവർക്ക് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ നടത്തണം. അപ്പോൾ അവർക്ക് വേണ്ടി പുതിയ ഒരു അഗ്നി സ്ഥാപിക്കേണ്ടി വരും. ആ അഗ്നിസ്ഥാപനമാണ് ഒരു ചടങ്ങ്. അത് ചെയ്യിക്കുക. പാണിഗ്രഹണം. ഈ പെൺകുട്ടിയുടെ 5 വിരലും കൂടി, വലത്തെ കൈയിൻ്റെ 5 വിരലും കൂടി ആ വരൻ 5 വിരലുകൊണ്ട് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ അകത്തി ഇങ്ങനെ പിടിക്കണം. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇടത്തെ കൈയിനെ വലത്തെ കൈ കൊണ്ട് പിടിക്കുകയാണ്. 2 കൈയും ഇല്ലല്ലോ, 2 വലത്തല്ലല്ലോ. ഇങ്ങനെ വലത്തെ കൈയെ വരൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് നിർത്തി അങ്ങനെ നടക്കുന്നതാണ് പാണിഗ്രഹണം. ലാജഹോമം എന്നൊന്നുണ്ട്. ഹോമാഗ്നിയിൽ വരൻ മന്ത്രം ചൊല്ലിക്കൊടുത്ത് വധു മലര് കൊണ്ട് സമർപ്പണം നടത്തുന്നതാണ് ലാജഹോമം. അഗ്നി പരിണയനം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അഗ്നി പൂട്ടി ഹോമാഗ്നി ഉണ്ടാക്കി അടുത്തൊരു കലശവും വെച്ച് വധൂവരന്മാർ ആ രണ്ടിനെയും പ്രദക്ഷിണം വയ്ക്കുന്നതാണ് അഗ്നി പരിണയനം. അശ്മാരോഹണം എന്നൊരു ചടങ്ങുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അശ്മാരോഹണം എന്ന് പറഞ്ഞാൽ, അശ്മെന്ന് പറഞ്ഞാൽ കല്ല്, ആരോഹണം എന്ന് പറഞ്ഞാൽ അതിൽ കയറ്. അപ്പോൾ ഈ അശ്മാരോഹണം എന്ന് പറയുന്ന ചടങ്ങിൽ ഹോമാഗ്നിക്ക് വടക്ക് ഭാഗത്തുള്ള തിരികല്ലിൽ ഒരു പക്ഷേ അമീമാവാം, അതിന് കരിങ്കല്ലായിരിക്കണം എന്നർത്ഥം. ആ കരിങ്കല്ലിൻ്റെ മുകളിൽ വധുവിൻ്റെ വലത്തെ കാല് ഏറ്റാണ് വരൻ. അപ്പോൾ വലത്തെ കാല് ഏറ്റി അവിടെ അങ്ങോട്ട് വയ്ക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം ആ കരിങ്കല്ല് പോലെ
അതുമാതിരി അങ്ങോട്ട് ഇരിക്കണം. തിരികല്ലാണെങ്കിൽ തിരികല്ലിൽ ചോട്ടിലത്തത് അനങ്ങാതെ ഇരിക്കും, മുകളിലത്ത് ഇങ്ങനെ തിരിയും. അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മുകളിൽ ഇങ്ങനെ തിരിയുന്നത് ചോട്ടിലത്തെ കല്ലിന് അനുയോജ്യമായിട്ടാണ്. അതുപോലെ ആയിരിക്കണം ഈ ദാമ്പത്യം. പരസ്പരം അനുയോജ്യതയോടുകൂടി വേണം അവർ പെരുമാറാൻ. അതേ സമയത്തിൽ അതിൽ വേണ്ടത്ര സ്ഥൈര്യമുണ്ട്, ഉറച്ച ഒരു നിലപാടുമുണ്ട്, അച്ചുതണ്ടുമുണ്ട് എന്ന്. ഇതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ പല ചടങ്ങുകളുമുണ്ടെങ്കിലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും വ്യത്യാസമില്ലാതെ കാണുന്നത് സപ്തപതി എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. അതെന്താന്ന് പറഞ്ഞാൽ, വധുവിനെ കൊണ്ട് വരൻ അഗ്നിക്ക് വടക്ക് ഭാഗത്ത് 7 പദങ്ങൾ 7 അരിക്കൂമ്പാരങ്ങൾ ഉണ്ടാക്കി അതിനെ ചവിട്ടിക്കൊണ്ട് നടത്തുക. അതാണ് ഈ സപ്തപതി എന്ന് പറയുന്നത്. വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട്. സൂര്യോദീക്ഷണം എന്ന് പറയുന്നതാണ് ഇനിയൊരു ചടങ്ങ്. വധു മന്ത്രം പറഞ്ഞുകൊണ്ട്, വരൻ മന്ത്രം പറഞ്ഞുകൊണ്ട് സൂര്യനെ നോക്കുന്നത്. ഹൃദയസ്പർശം എന്ന് പറഞ്ഞാൽ വരൻ വധുവിൻ്റെ മാറ് മന്ത്രപൂർവ്വം മന്ത്രം ചൊല്ലിക്കൊണ്ട് തൊടുന്നു. ഈ ഹൃദയസ്പർശം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരുടെ 2 പേരുടെയും ഹൃദയങ്ങൾ ഒരുപോലെ യോജിച്ചിരിക്കണം, അതിന് മാറ്റം വരുത്തരുത്. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യപ്രകൃതിയാണ്. മനുഷ്യപ്രകൃതിയിൽ ധാരാളം വൈവിധ്യമുണ്ടാവും. പെൺകുട്ടി വരുന്നത് ഒരു തലമുറയും ഒരു പാരമ്പര്യവുമായി, ആൺകുട്ടി വരുന്നത് വേറെ ഒരു തലമുറയും പാരമ്പര്യവുമായിട്ടാണ്. എന്നാലും വിവാഹത്തിൽ അവർ ബന്ധപ്പെടുന്നതോടുകൂടി അവരുടെ മനസ്സും ഹൃദയവും ബുദ്ധിയുമെല്ലാം ഒരുപോലെ യോജിച്ചിരിക്കണം, അതിന് ഒരു മാറ്റവും വരരുത്, വ്യതിയാനം വരരുത് എന്ന് സൂചിപ്പിക്കുന്നതാണ് മന്ത്രപൂർവം വധുവിൻ്റെ മാറിടം വരൻ തൊടുന്നത്. ഗൃഹപ്രവേശം. വരൻ്റെ ഗൃഹത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരു ഹോമം നടത്തലുണ്ട്. ആ ഹോമമാണ് വരഗൃഹത്തിലുള്ള ഹോമം. പിന്നെ ആകാശത്തിൽ 2 നക്ഷത്രമുണ്ട് പ്രധാനപ്പെട്ടത്. ഒന്ന് ധ്രുവ നക്ഷത്രവും പിന്നെ ഒന്ന് അരുന്ധതി നക്ഷത്രവും. ഇത് 2നെയും കാണിച്ചു കൊടുത്ത് കാണുന്നതാണ് പിന്നെ ഒരു ചടങ്ങ്. ഇനി ഒന്നാണ് നിങ്ങൾക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്തത്, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമാണ്. പഴയ കാലത്തൊക്കെ ഞാൻ ഈ സംസാരിക്കുന്നത് കൊച്ചി രാജ്യത്തിൽ നിന്നാണ്, നിങ്ങൾ കേൾക്കുന്നത് പല ഭാഗത്തിൽ നിന്നുമാണ്. ഇന്നിപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒന്നായിരിക്കുന്നു. ഒരു സംസ്ഥാനത്തിനും ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റിയില്ല. നമുക്ക് ഒരു പാസ്പോർട്ടും ഒരു നാഗരികതയുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ത്രിരാത്രവ്രതം. ഈ ത്രിരാത്രവ്രതം എന്ന് പറഞ്ഞാൽ എന്താ? കല്യാണം കഴിഞ്ഞതിന് ശേഷം 3 ദിവസം ഈ കല്യാണം കഴിഞ്ഞവർ നിലത്തിൽ തൊട്ടടുത്ത് കിടക്കും. അവർക്ക് 2 പേർക്കും മധ്യത്തിൽ ഒരു വടി വെച്ചിട്ടുണ്ടാവും. അതാണ് അതിർത്തി. ആ 3 ദിവസം ആ വടിയുടെ അപ്പുറത്തും ഇപ്പുറത്തും പോകാതെ അവർ ഒന്നിച്ച് കിടക്കുന്നതാണ് ത്രിരാത്രവ്രതം എന്ന് പറയുന്നത്. എൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? ഒന്ന് ചിന്തിച്ച് പറയാമോ? നിങ്ങളുടെ പൂർവികരെ പടുവിഡ്ഢികളാണോ അതോ പരമവിദ്വാൻമാരോ? ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഗൃഹസ്ഥന്മാർക്കുള്ളതാണ്. ഗൃഹസ്ഥന്മാരല്ലാത്തവർക്ക് ബ്രഹ്മചര്യം തന്നെയാണ് എപ്പോഴും. ഗൃഹസ്ഥന്മാർക്ക് മാത്രമല്ലേ ബ്രഹ്മചര്യമല്ലാതെ ഒരു ദാമ്പത്യ ജീവിതത്തിന് സൗകര്യവും അവകാശവും ഉള്ളൂ. അപ്പോൾ ഈ ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടത് അവരാണ്. എത്ര ദിവസം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. കല്യാണം കഴിഞ്ഞാലും അവർക്ക് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് വിടാൻ പറ്റില്ല. നല്ല നിയന്ത്രണം വേണം അവരുടെ പെരുമാറ്റത്തിലും നിഷ്ഠയിലും എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് ആ ചടങ്ങിനെ മുഴുവനും പരമദിവ്യമാക്കി ഒരു തപോനുഷ്ഠാനമാക്കി തീർക്കുന്നതാണിത്. ഇത് നമ്മുടെ നാട്ടിൽ എല്ലാവരും അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്നും ഇവിടെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഞങ്ങളുടെ ആശ്രമത്തിലുള്ള 2 സന്യാസിമാരുണ്ട്. ഒന്ന് മാ ഗുരുപ്രിയ സന്യാസിനി, പിന്നെ ഒന്ന് നിർവിശേഷാനന്ദ തീർത്ഥർ, അദ്ദേഹം ഒരു സന്യാസി. അവർ 2 പേരും പൂർവാശ്രമത്തിൽ ബംഗാളികളാണ്. അവർ പൂർവാശ്രമത്തിൽ വിവാഹിതരുമായിരുന്നു. അവരോട് ചോദിച്ചു, ഈ ത്രിരാത്രവ്രതം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, എങ്ങനെയാണ്? അവർ പറഞ്ഞു അവർ 2 ദിവസം പട്ടിണി കിടക്കാറുണ്ടെന്ന്. 2 ദിവസം എങ്ങനെയാണത്രേ? കല്യാണം കഴിഞ്ഞ ദിവസം അവർ വേറെ വേറെയാണ് കാണുന്നത്. തെറ്റാണെന്നും കൂടി പറയുന്നു. കാളരാത്രം എന്ന് വരെ പേരുണ്ടത്രേ അതിന്. ഒരു ദിവസം കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി പാട്ട് പാടിക്കൊണ്ട് എല്ലാവരെയും വെച്ചുകൊണ്ട് പാടും. പിറ്റേ ദിവസം അവർ 2 പേരും തമ്മിൽ കാണില്ല. അപ്പോൾ ത്രിരാത്രത്തിൽ ദ്വിരാത്രെങ്കിലും ഇപ്പോൾ അവർക്കുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ കാലഹരണപ്പെട്ടതാണെന്ന് ആരും പറയരുത്. ഞാനിത് വായിച്ചും മനസ്സിലാക്കിയും എൻ്റെ മനസ്സിൽ വലിയ വലിയ ഭാവനകളാണ് വരുന്നത്. എത്രത്തോളം നമ്മുടെ വിവാഹത്തെപ്പോലും ഒരു പരമദിവ്യമായി മംഗളകരമായ
ഒരു തപോനുഷ്ഠാനമായി മാറ്റിക്കൊണ്ടാണ് നമ്മുടെ സർവ്വ ചടങ്ങുകളും ഇവിടെ. ഇതിലധികം വൈഭവം എന്തുണ്ട് ലോകത്തിൽ കാണാൻ? അപ്പോൾ ഒരു വടി അവർ പ്രമാണമായിട്ട് വയ്ക്കുക. ആ വടി വെച്ച് ഇപ്പുറത്തും അപ്പുറത്തും അവർ കടന്നു. 3 ദിവസം അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം അവർക്ക് ദാമ്പത്യ ജീവിതമൊക്കെ ആവാം. പിന്നെയോ വേറെ ഒരു ചടങ്ങുള്ളത് മംഗലസൂത്ര ബന്ധനം. സപ്തപതിക്ക് ശേഷം താലി കെട്ടുന്ന ഒരു ചടങ്ങുണ്ട്. ആ താലികെട്ടൽ, പിന്നെ മാല മാറ്റുക എന്നൊക്കെ ഉണ്ടല്ലോ. ഐരണീദാനം. ഇതെന്താ? അത് ഒരു മുളങ്കൊട്ടയെടുത്ത് വധുവിൻ്റെ ഒപ്പം ആ വരമാതാവിന് നൽകുന്ന, വരൻ്റെ മാതാവിന് നൽകുന്ന സമ്മാനങ്ങളും കത്തിച്ചൊരു വിളക്കും കൂടി കൊടുത്തയക്കുന്നതാണത്. ഈ കുട്ടിയെ വേണ്ടതുപോലെ നോക്കണമല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ 19 ചടങ്ങുകളാണ് വിവാഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് പല ദിക്കിലുമായിട്ട് കാണുന്നത്. ഇതിൽ ഏതെങ്കിലും പലതില്ലെങ്കിലും ഏതെങ്കിലും ചിലതെങ്കിലും നിങ്ങളെല്ലാവരും മനസ്സിലാക്കി അനുവർത്തിക്കുന്നത് വളരെ നന്നായിരിക്കും. എന്താ കാരണം? നിങ്ങൾ ഈ വിവാഹം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. ആ വിവാഹത്തിൽ ദമ്പതികൾ എന്തുദ്ദേശിക്കുന്നു എന്നെനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ലോകവും പ്രപഞ്ചകർത്താവും ആ കല്യാണം കഴിക്കുന്ന 2 കുട്ടികളിൽ നിന്ന് ആലോചിക്കുന്നത് വീണാൾ നീണ്ടു നിൽക്കുന്ന ഒരു വംശവൃദ്ധിയാണ്. ആ വംശവൃദ്ധി എന്ന് പറയുമ്പോൾ സന്താനം, സന്താനങ്ങൾക്കുള്ള സന്താനം, ആ സന്താന പരമ്പരകൾ, ആ പരമ്പരകൾ അംഗവൈകല്യങ്ങളില്ലാതെ മനസ്സിനും ബുദ്ധിക്കും ഒരു വിധത്തിലുള്ള കോട്ടവും കുറയുമില്ലാതെ വേണ്ടതുപോലെ ജീവിക്കണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അവർ സമാജത്തിന് ഒരു സംഭാവനയാകണം, ഒരു നേട്ടമാവണം, ഒരു മുതൽക്കൂട്ടാകണം. അതെങ്ങനെ ഉറപ്പുവരുത്താൻ സാധിക്കും? നമുക്ക് വേണ്ടത് മനസ്സും ബുദ്ധിയുമാണ് നന്നാവേണ്ടത്. മനസ്സും ബുദ്ധിയും നന്നാവണമെങ്കിൽ അവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ചില അനുഷ്ഠാനങ്ങളും ചില തപസ്സുകളും നമുക്ക് വേണം. ആ തപസ്സുകളൊക്കെ ഇങ്ങനെയുള്ളതാണ്. ഒരു ഭാഗത്ത് ചെയ്യുന്ന പ്രവൃത്തികളെ ദിവ്യമാക്കി തീർക്കുക. അതിൽ ഈശ്വരീയത ആനയിക്കുക. ഒരു വിളക്ക് കൊളുത്തി വയ്ക്കുന്നു, ചിലപ്പോൾ അതിന് 4 തിരിയിടുന്നു, 5 തിരിയിടുന്നു, 2 തിരിയിടുന്നു. ആ വിളക്ക് നെയ്വിളക്കാക്കി തീർക്കുന്നു. അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ള വിളക്ക് വെച്ചു, അല്ല സ്വർണം കൊണ്ട് തന്നെ സാധിക്കുമെങ്കിൽ ഒരു വിളക്ക് വയ്ക്കുക. ഈശ്വരൻ്റെ പേരിൽ ചെയ്യുന്നതാണിത് മുഴുവനും. ഒന്നും അധികപ്പറ്റല്ല. അങ്ങനെ എന്തെങ്കിലും ചില ചടങ്ങ്, ഞാൻ ഈ പറഞ്ഞതിൽ സപ്തപതി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ത്രിരാത്രം എന്നൊരു വാക്ക് കേട്ടു നിങ്ങളിവിടെ. ഇങ്ങനെ ഏതെങ്കിലും ചിലത് നിങ്ങൾ ഉൾപ്പെടുത്തണം. കേരളത്തിൽ ഇപ്പോൾ എന്താ, അല്പം ചുരുങ്ങിയ വിരലിലെണ്ണാവുന്ന ബ്രാഹ്മണരുടെ കുടുംബങ്ങളിൽ മാത്രമേ വിവാഹം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കർമ്മം തന്നെയുള്ളൂ. മറ്റതിന് ഒരു വേദവും ഇല്ല, ഒരു മന്ത്രവും ഇല്ല, ഒരു അഗ്നിസാക്ഷികത്വവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയല്ല. പക്ഷേ ഇതൊക്കെ ചെയ്ത് നമ്മൾക്ക് വളരെയധികം കാര്യങ്ങൾ പരിഷ്കരിക്കാനും പുതുമ ഉൾക്കൊള്ളാനുമുണ്ട് എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. വിദ്യാധ്യയനദാനാനി സർവേഷാം ച ദ്വിജന്മനാം പ്രതിഗ്രഹോ അധ്യാപനം ച ബ്രാഹ്മണസ്യൈവ യാചനം. ഈ ദ്വിജന്മാർ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഞാൻ എപ്പോഴും പറയുന്നതാണത്. പല ബ്രാഹ്മണരോടും ഇവിടെ സംസാരിക്കുമ്പോൾ അവരെ ഓർമ്മപ്പെടുത്തി പറയാറുണ്ട്. ദ്വിജന്മാർ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരുമാണ്. ഫലത്തിൽ ആർക്കാർക്കെല്ലാം വേദം പഠിക്കണം എന്ന് തോന്നുന്നുവോ അവരൊക്കെ ദ്വിജന്മാർ തന്നെ. എന്താ, പഠിക്കണം എന്നുള്ള തോന്നലുണ്ട്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു ഒരാൾ വേദാധ്യയനത്തിൽ താല്പര്യമില്ലെങ്കിലോ, ഇന്ന് പലരും അങ്ങനെയാണല്ലോ. അവരുടെ കുടുംബത്തിൽ ജനിച്ചവർക്ക് തന്ത്രിമാരുടെ കുടുംബങ്ങളിൽ തന്ത്രം ആവശ്യപ്പെടുന്നവരില്ല, പുരോഹിതന്മാരുടെ കുടുംബങ്ങളിൽ പൗരോഹിത്യം ആവശ്യപ്പെടുന്നവരല്ല, ഒക്കെ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ഈ കാര്യത്തിൽ താല്പര്യമോ ആശയോ ആർക്കാർക്കെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അവകാശപ്പെട്ടതാണത്. അപ്പോൾ അത് 2-3 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. യജ്ഞ അധ്യയന ദാനാനി. യജ്ഞ എന്ന് പറഞ്ഞാൽ ഹോമിക്കുക, യജ്ഞങ്ങൾ നടത്തുക. അധ്യയനം, വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കുക. ദാനം കൊടുക്കുക. ഇത് ദ്വിജന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെയാണെന്ന്. ദ്വിജന്മാർക്ക് ഇതിൽ വ്യത്യാസമില്ല. വ്യത്യാസം പിന്നെ ബ്രാഹ്മണർക്ക് എവിടെയാ? പ്രതിഗ്രഹോ അധ്യാപനം ച ബ്രാഹ്മണസ്യൈവ യാചനം. പ്രതിഗ്രഹം എന്നൊന്ന്, അധ്യാപനം എന്ന് വേറെ ഒന്ന്, യാചനം എന്നൊന്ന്. അധ്യാപനം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ബാക്കിയുള്ളവരെ പഠിപ്പിക്കുക. വൈശ്യനും ക്ഷത്രിയനും പഠിക്കുക മാത്രമേ ഉള്ളൂ. പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ വേദം പഠിച്ചത് കൊണ്ട് തന്നെ അവർ ജീവിതം കഴിഞ്ഞുകൂടണം. വേറെ ഒരു തൊഴിലിനും പോകരുത്. ക്ഷത്രിയന് വേദം മാത്രം പഠിച്ച് കഴിഞ്ഞുകൂടാൻ പറ്റുമോ? അദ്ദേഹത്തിന് നായാടാൻ പോകണം, രാജ്യത്തിൽ പരിപാലനം നടത്തണം, പ്രച്ഛന്ന വേഷനായി സഞ്ചരിക്കേണ്ടി വരും, പലതും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വേദം മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ രാജ്യഭരണം നടക്കില്ലല്ലോ. അതുകൊണ്ട്
ഈ വേദാധ്യയനം കഴിഞ്ഞാൽ ആ അധ്യയനം വിടാതെ ഉരുവിട്ടുകൊണ്ട് തന്നെ ഇരിക്കണം. അത് തന്നെയാണ് സാധനയും തപസ്സും. അത് ബ്രാഹ്മണനെ കൊണ്ടേ ആവുള്ളൂ. അതുമാതിരി അധ്യാപനം, യാചനം. ഇനി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് പഠിപ്പിക്കൽ മാത്രമല്ല, വൈദിക കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക യജമാനനെ കൊണ്ട്. അതും വളരെയധികം പൂർണ്ണമായ സമയം വ്യഗ്രത ആവശ്യപ്പെടുന്നതാണ്. പ്രതിഗ്രഹം, ബാക്കി ആരെങ്കിലും എന്തെങ്കിലും സമ്മാനമോ മറ്റു പ്രകാരത്തിലോ കൊടുത്താൽ അത് മേടിക്കുക. അതാണ് ഈ ദാനം കൊടുക്കുകയാണെങ്കിൽ ബ്രാഹ്മണർക്കാണ് കൊടുക്കുക എന്ന് പറയുന്നത്. എന്താ, മറ്റുള്ളവർക്ക് ദാനം വാങ്ങേണ്ട ആവശ്യമില്ല, കൊടുക്കാനും പാടില്ല. എന്താ, അവരൊക്കെ തൊഴിലെടുക്കുന്നവരാണ്, ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ ഒരു ഉദ്യോഗം നടത്തുന്ന ആളെ വിളിച്ച് എന്തെങ്കിലും ഒരു സാധനം വെറുതെ കൊടുത്താൽ ആരും മേടിക്കില്ല, മേടിക്കാൻ കൂട്ടാക്കരുത്. എന്താ കാരണം? കാരണമുണ്ടതിന്. പരാന്നം പ്രാണസങ്കടം എന്നാ പറയുക. അന്യൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിയുക എന്നുള്ളത് ഒരാൾക്കും ഭൂഷണമായിട്ടുള്ളതല്ല. സ്വാർജിതമായിരിക്കണം നമ്മുടെ കയ്യിലുള്ള ധനമോ വിത്തമോ ബാക്കി എന്തുണ്ടെങ്കിലും. അച്ഛൻ തന്നതുപോലും ദ്വിതീയമാണ്. ഭാര്യയുടെ സ്വത്ത് അതിലും മോശമാണ്. അവനവൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് മാത്രമേ നമുക്ക് ധാർമ്മികമായി ഉന്നമനത്തിന് വഴിവെക്കൂ. അപ്പോൾ പ്രതിഗ്രഹം, അധ്യാപനം, പഠിപ്പിക്കുക, യാചനം, യാഗങ്ങൾ ചെയ്യിപ്പിക്കുക, ഇത് മാത്രമാണ് ബ്രാഹ്മണന് വിശേഷമായോ തനതായോ വിധിച്ചിട്ടുള്ളത്. ഇജ്യാധ്യയനദാനാനി സർവേഷാം ച ദ്വിജന്മനാം പ്രതിഗ്രഹോ അധ്യാപനം ച ബ്രാഹ്മണസ്യൈവ യാചനം. ഈ പ്രതിഗ്രഹം പോലും തെറ്റാണ് എന്ന് പറഞ്ഞ് 24 ഗുരുക്കന്മാരെ അവതരിപ്പിച്ചുകൊണ്ട് അവധൂതൻ പറഞ്ഞത് പ്രതിഗ്രഹോ ഹി ദുഃഖായ എന്നാണ് പറഞ്ഞത്. പ്രതിഗ്രഹം ദുഃഖത്തിന് കാരണമാണ്. എന്താ കാരണം? ഒരു കുരരിപ്പക്ഷിയുടെ കയ്യിൽ ഒരു മാംസകഷ്ണം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും ഓടി വന്നപ്പോൾ മാംസമാണ് അതിന് താറാറെന്ന് പറഞ്ഞത് തയ്യിലുള്ളത് താഴ്ത്തിട്ടു അത്രേ. ഇതാണ് അദ്ദേഹം ഉദാഹരിച്ചത് അവിടെ. നിങ്ങളെല്ലാവരും കേട്ടു കാണും ഈ മുക്തിസുധാകരത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പ്രതിഗ്രഹവും നല്ലതല്ല. എന്തായാലും ബ്രാഹ്മണനുള്ള വിശേഷം പ്രതിഗ്രഹം, അധ്യാപനം, യാചനം എന്ന് പറയുന്ന 3 എണ്ണം മാത്രമാണെന്ന് നിങ്ങളെല്ലാവരും ധരിക്കണം. പ്രതിഗ്രഹം മന്യമാനഃ തപസ്തേജോ യശോനുധം. ഭാഗവത കർത്താവും ശ്രീകൃഷ്ണനും ഒക്കെ വ്യക്തമാക്കുന്നുണ്ടത്. പ്രതിഗ്രഹം മന്യമാനഃ തപസ്തേജോ യശോനുധം അന്യാഭ്യാം ഏവ ജീവേത ശിലൈർവാ ദോഷദൃക്തയോ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവോ? എന്താ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പോണത് ഇവിടെ? ഒരു മനുഷ്യ ജീവിതത്തിൽ അറിവ് കൊണ്ടും ആ അറിവിനെ അനുസരിക്കുന്നത് കൊണ്ടും ഒരു മനുഷ്യന് എത്ര കണ്ട് വ്രതവും നിഷ്ഠയും അധ്യാത്മത്വവും ഉണ്ടാവാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ മനുഷ്യൻ്റെ യോഗ്യത അളക്കുന്നത് എവിടം കൊണ്ടാണ്? എത്ര നല്ല വീട്ടിൽ താമസിക്കുന്നു, അതിന് എത്ര നിലയുണ്ട്, ഉദ്യോഗം എത്രയുണ്ട്, ശമ്പളം എത്രയുണ്ട്, കാർ എത്രയുണ്ട്, ഇതൊക്കെയാണല്ലോ നമ്മുടെ മാനദണ്ഡങ്ങൾ. ശ്രീമദ് ഭാഗവതം പറയുന്നത് അതൊന്നുമല്ല. ഒരു മനുഷ്യനെ അളക്കേണ്ടത് അവൻ്റെ ആന്തരമായിരിക്കുന്ന ശുദ്ധി കൊണ്ടും നേട്ടം കൊണ്ടും സൗന്ദര്യം കൊണ്ടുമാണ്. അതാണ് മനുഷ്യനെ അളക്കാനുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. പ്രതിഗ്രഹം മന്യമാനഃ തപസ്തേജോ യശോനുദം. ആരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒന്ന് തന്നാൽ മേടിക്കുന്നത് പോലും മന്യമാനഃ, അതിനെ പരിഗണിച്ച് വിലയിരുത്തുന്നു അത്ര. എങ്ങനെ? തപസ്തേജോ യശോനുദം. തൻ്റെ തപസ്സിനെയും തേജസ്സിനെയും ആന്തരമായിരിക്കുന്ന പ്രകാശത്തെയും യശസ് കീർത്തിയെയും നുദം അത് ഇല്ലാതെയാക്കി തുടച്ചു മാറ്റുന്നതാണ് എന്ത്? പ്രതിഗ്രഹം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമുക്ക് അർഹിക്കാത്ത ഒരു സ്വത്ത്, ഞാൻ പ്രയത്നിച്ച് ലഭിക്കാത്തൊരു സ്വത്ത് വെറുതെ ഒരാൾ തന്നത്. അച്ഛൻ തരണത് വെറുതെയാണല്ലോ. എന്തിനാ അച്ഛൻ തരണത് സ്വത്ത്? നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ തരണത്? നീ എൻ്റെ മകനാണല്ലോ മകളാണല്ലോ എന്ന് പറഞ്ഞു തരണതാ. അത് പ്രതിഗ്രഹ വാസ്തവത്തിൽ ഒരു നിലയ്ക്ക് മേടിക്കുന്ന ആൾക്ക്. അങ്ങനെ പ്രതിഗ്രഹം എന്ന് പറയുന്നത് മന്യമാനഃ തപസ്തേജോയശോനുദം. ഭാഗവതം വിലയിരുത്തുന്നതാണ്. ഒരു ബ്രാഹ്മണൻ പ്രതിഗ്രഹം മേടിക്കുന്നത് പോലും അദ്ദേഹത്തിൻ്റെ തപസ്സിനെയും ഉൾപ്രഭയെയും ഉൾപ്രകാശത്തെയും തേജസ്സിനെയും കീർത്തിയെയും നശിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കി അന്യാഭ്യാം ഏവ ജീവേത. വേറെ വഴികളുണ്ടെങ്കിൽ ആ വഴികൾ തേടി ജീവിക്കണം. എന്താണത്? ശിലൈർവ ദോഷദൃക്തയോഹോ. ശിലവൃത്തി ഉഞ്ചവൃത്തി എന്ന് പറയുന്ന 2 എണ്ണം കൊണ്ട് വേണം ജീവിക്കാൻ.
എന്താ ഈ ശിലവൃത്തി ഉഞ്ചവൃത്തി എന്ന് പറയുന്നത്? വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് വളരെയധികം ഭാവന ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ ലോകത്താണ് ജീവിക്കുന്നത്. നിങ്ങളുടെ പൂർവികർ, അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, ആ അച്ഛൻ്റെ അച്ഛൻ, ആ അച്ഛൻ്റെ അച്ഛൻ, നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരുണ്ടായിരുന്നു. നിങ്ങളുടെ അച്ഛനമ്മമാരുണ്ടായിരുന്നെങ്കിൽ അവരുടെ അച്ഛനമ്മമാരുണ്ട്. അവരുടെ അച്ഛനമ്മമാരുണ്ടായിരുന്നെങ്കിൽ അവരുടെയും അച്ഛനമ്മമാരുണ്ട്. അപ്പം നിങ്ങളൊരു 100, 150, 200 തലമുറ പിന്നിൽ പോയാൽ ആ ഉണ്ടായിരുന്ന മുതുമുത്തശ്ശന്മാരുണ്ടല്ലോ, അവരെങ്ങനെയാണ് ജീവിച്ചത്? ഇതാ ഈ മാതിരിയാണ് ജീവിച്ചത്. അപ്പം ഞാൻ വല്ലവരുടെ കാര്യമല്ല പറയുന്നത്, നമ്മുടെ പൂർവികന്മാരുടെ മാനങ്ങളും മൂല്യങ്ങളും മാനദണ്ഡങ്ങളുമാണ് വിവരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു രക്തബന്ധ വിവരണമാണെന്നുള്ളത് വിചാരിച്ചു വേണം ഇത് കേൾക്കാൻ. അപ്പോൾ ശിലൈർവാ ദോഷദൃക്തയോഹോ, ഇതിലെല്ലാറ്റിലും ദോഷമുണ്ടെന്ന് കണക്കാക്കി ശിലൈർവാ, ശിലവൃത്തി എന്ന് പറയുന്നത് ഏതെങ്കിലും വിളകൾ അനവധി ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, നെല്ലാണെങ്കിൽ നെല്ല്, ഉഴുന്നാണെങ്കിൽ ഉഴുന്ന്, പയറാണെങ്കിൽ പയർ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോവുക. ഇപ്പം എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, കൃഷിപ്പണിയുടെ കാര്യം കുറേയൊക്കെ അറിയാം. അവർ സാധാരണ വിളവ് കൊയ്യും അരുവാളുമുണ്ട്. എന്നിട്ട് കറ്റയായിട്ട് കെട്ടും. ആ കറ്റ കെട്ടി കൊണ്ടുവന്ന് കുറേശ്ശെയായി എടുത്ത് കറ്റയല്ല ചിരുട്ടാണ് കെട്ടുക. ചിരുട്ട് കെട്ടി കൊണ്ടുവന്ന് അത് വരമ്പത്ത് വയ്ക്കും. എന്നിട്ടൊരു വാഴയുടെ പോള കൊണ്ടൊരു കെട്ടുണ്ടാക്കി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വന്ന് 6ഉം 8ഉം ചുരുട്ട് 10 ചുരുട്ടെടുത്ത് കെട്ടി ഒരു കറ്റയാക്കും. ഉടമസ്ഥൻ അത് പിടിച്ചു കൊടുക്കും, തലയിൽ വെച്ചും കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ ഈ ചിരുട്ട് കൊണ്ടുവന്ന് വരമ്പത്ത് വെച്ച് അത് കറ്റയാക്കി അത് എടുത്തു കൊടുത്ത് പോകുമ്പോൾ അവിടെ കുറേ മണി കൊഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കൊയ്ത ആ വയലുണ്ടല്ലോ, ആ വയലിൽ നടന്ന് പിറക്കിയാൽ ചില കതിരുകൾ അരുവാള് പെടാത്തതുണ്ടാവും. ആ കതിരുകളും പിറക്കാം, ഈ മണികളും അടിച്ചുകൂട്ടി മണ്ണോടുകൂടി എടുത്ത് കൊഴിച്ചെടുക്കാം. അങ്ങനെ ആയാൽ ഒരു കുടുംബത്തിന് വേണ്ട ഭക്ഷണം അതിന് കിട്ടും. അങ്ങനെയുള്ള ശിലവൃത്തി എന്ന് പറയുന്ന ഒരു വൃത്തി. ഉഞ്ചവൃത്തി എന്ന് പറയുന്നതോ, ധാന്യം 2 തരത്തിലാണ്. ഒന്ന് വിളയിടത്തിൽ നിന്ന് കൊയ്തെടുത്ത് കൊണ്ടുവരണം. ഈ കൊയ്തെടുത്ത് കൊണ്ടുവന്നത് അങ്ങാടിയിൽ ചെല്ലുമ്പോൾ വലിയ വലിയ ശേഖരങ്ങളായി സ്റ്റോർ റൂമിൽ വെച്ചിരിക്കും. അപ്പോൾ ലോറിയിലോ പഴയ കാലത്തൊക്കെ കാളവണ്ടിയിലോ വന്ന് അത് അവിടുന്ന് ഇറക്കി അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ കയറ്റിലും ഇറക്കലുമായി നടക്കുന്ന സമയത്ത് കുറേ ധാന്യങ്ങളൊക്കെ താഴ്ത്ത് കൊഴിയും. ആ കൊഴിഞ്ഞത് ഉടമസ്ഥന്മാർക്ക് വേണ്ട അവർ തന്നെ അടിച്ചു കളയണതാണ്. അവിടെ പോയി അത് അടിച്ചു കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അത് വെടുപ്പാക്കി എടുത്താൽ അവർക്ക് വേണ്ട ധാന്യങ്ങളായി. ഈ ശിലവൃത്തി ഉഞ്ചവൃത്തി എന്ന് പറയുന്ന 2 വൃത്തി, ഇപ്പോൾ വയലിൽ ആ മണികളൊക്കെ കിടന്നാൽ അത് മുളയ്ക്കും. അത് മുളയ്ക്കുമ്പോൾ കൃഷിക്കാരന് അത് കളാന്ന് പറഞ്ഞ് പറിച്ചു മാറ്റേണ്ടി വരും. അപ്പം നമ്മൾ എത്ര മണിയെടുത്തോ ആ മണിയെടുത്തത് കൃഷിക്കാർക്ക് ഇഷ്ടമാണ്. അതുമാതിരി അങ്ങാടിയിൽ കൊഴിഞ്ഞു കിടക്കുന്നത് അവർ കൊണ്ടുപോയാൽ അവർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ അവർക്ക് അടിച്ചു വെടുപ്പാക്കണം. അപ്പോൾ 2 പേർക്കും ഉപകാരമായിട്ടുള്ളതും നമുക്കും ഉപകാരമായിട്ടുള്ളതുമായ 2 വൃത്തിയാണ്. ഈ 2 വൃത്തികൾ കൊണ്ട് കാലം കഴിച്ചു കൂട്ടണം എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് വല്ലവരുടെ കാര്യമല്ല, ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. ഭാരതത്തിൻ്റെ സംസ്കാര മഹിമ, നമ്മുടെ സഭ്യത, നമ്മുടെ സിവിലൈസേഷനിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണത്, ബാക്ക് ബോണാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ തൻ്റെ ശരീരത്തിനെ നിലനിർത്താൻ എത്ര കണ്ട് അന്യജനങ്ങൾക്കൊരു സ്ഥാനവുമില്ലാതെ ഒരു ഉപദ്രവവുമില്ലാതെ എങ്ങനെ ഈശ്വരൻ തന്നിട്ടുള്ള ഈ ശരീരത്തിനെ നിലനിർത്താം എന്ന് ചോദിക്കുമ്പോൾ അതിന് പറയുന്ന മറുപടിയാണ്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എഴുതി വെച്ചതാ. ചരിത്രം എഴുതി വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലേ? ചരിത്രം പഠിപ്പിക്കുന്നുണ്ടല്ലോ. എഴുതി വെച്ചത് ചരിത്രമാണ്. ചരിത്രകാരൻ എന്ത് ചെയ്യും? കണ്ടതും കേട്ടതുമൊക്കെ എഴുതും. ഒരു പക്ഷേ അത് വ്യാഖ്യാനിക്കുകയും ചെയ്യും. അതുമാതിരി ഇതും ഒരു ചരിത്രമാണ്. എന്നാ എഴുതിയത്? 1000 ആണ്ടുകൾ മുൻപ്. ആരാ എഴുതിയത്? മഹർഷിമാർ. ചരിത്രകാരന്മാരല്ല അവർ. മഹർഷിമാരുടെ ഉദ്ദേശം ധർമാർത്ഥ കാമമോക്ഷങ്ങൾ പഠിപ്പിക്കുക, ചതുർവിധ പുരുഷാർത്ഥം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ദൃഷ്ടാന്തമായിട്ടാണ് വ്യക്തികളെയും സംഭവങ്ങളെയും സ്ഥലങ്ങളെയും എല്ലാം അവർ കൊണ്ടുവന്നത്. അപ്പോൾ അവരെഴുതി വയ്ക്കുമ്പോൾ അത് അവരുടെ കണ്ണിൽ മുമ്പിൽ കണ്ട വിവരങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ആ ചരിത്രം എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിച്ചേ തീരും, അത് സ്വീകരിച്ചേ തീരും. അപ്പോൾ ശിലൈർവാ ദോഷദൃക്തയോഹോ, പ്രതിഗ്രഹം പോലും
എൻ്റെ തേജസ്സിനെ ഹനിക്കുന്നതാണ് എന്ന് ബോധ്യം വന്നാൽ ആ പ്രതിഗ്രഹവും വേണ്ടാന്ന് വെച്ച് ഒരു ഉപദ്രവവുമില്ലാതെ നിങ്ങൾ കഴിഞ്ഞുകൂടിക്കോളൂ. ശിലവൃത്തി അല്ലെങ്കിൽ ഉഞ്ചവൃത്തി. ബ്രാഹ്മണസ്യ ഹി ദേഹോയം ക്ഷുദ്രകാമായനേഷ്യതേ. എന്താ അതിന് കാരണം? ബ്രാഹ്മണസ്യ ഹി ദേഹോയം, ബ്രാഹ്മണൻ്റെ ഈ ദേഹമുണ്ടല്ലോ, ക്ഷുദ്രകാമായനേഷ്യതേ, അത് ക്ഷുദ്രമായിരിക്കുന്ന ആശാനിർവഹണത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഈ ലോകത്തിലൊക്കെ പുറം വസ്തുക്കളാണ്. ഈ പുറം വസ്തുക്കളെ തിന്നു കഴിഞ്ഞുകൂടുന്നത് ആരാ? മൃഗങ്ങളും പക്ഷികളുമാണ്. മനുഷ്യനോ അതേ പുറം വസ്തുക്കളെ തിന്നാൻ വേണ്ടി മനുഷ്യ ശരീരം എന്തിനാ? നമ്മുടെ വായ ചെറുതാണ്, നമുക്കൊന്നിനെയും കടന്നു പിടിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ അതല്ല ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം ഉൾസുഖമാണ്, ഉൾഭോഗമാണ്. നമ്മുടെ സൗഭാഗ്യം മുഴുവനും മനസ്സിനും ബുദ്ധിക്കും ആന്തരമായിട്ടുള്ള അഹങ്കാരത്തിനുമുള്ളതാണ്. ബ്രാഹ്മണസ്യ ഹി ദേഹോയം ക്ഷുദ്രകാമായനേഷ്യതേ. അത് ഏതെങ്കിലും ക്ഷുദ്രമായിരിക്കുന്ന ഒരാശയ്ക്കോ കാമത്തിനോ വേണ്ടി അത് നിറവേറ്റാൻ ഉപയോഗിച്ചാൽ അത് തീരെ ഇഷ്ടമല്ല. കൃച്ഛ്രായ തപസേ ചേഹ പ്രേത്യ ആനന്ദസുഖായ ച. ഇത് എത്ര കഠിനമായാലും കൃച്ഛ്രമായിരിക്കുന്ന തപശ്ചര്യയ്ക്ക് വേണ്ടി, തപോനുഷ്ഠാനത്തിന് വേണ്ടിയുള്ളതാണ്. കൃച്ഛ്രായ തപസേ ചേഹ പ്രേത്യ ആനന്ദസുഖായ ച. അങ്ങനെ ആയാൽ ഇവിടെ മാത്രമല്ല സുഖം, പരമസ്വാതന്ത്ര്യം. ശിലവൃത്തിയും ഉഞ്ചവൃത്തിയും കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവനിവിടെ ആരെ പേടിക്കണം? എന്തിനെ ഭയപ്പെടണം? ആരുടെ മുഖം നോക്കണം? IAS ഇവിടെ ഉദ്യോഗസ്ഥന്മാരടക്കം ഉദ്യോഗം പോയാൽ വട്ടം തിരിയും. അവർക്ക് ട്രാൻസ്ഫർ കിട്ടാതിരിക്കാൻ അവർ പലതും ചെയ്തു എന്ന് വരാം. നമ്മുടെ കോടികളൊക്കെ അപഹരിച്ചു പോകുന്നതിൽ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൈകളും ഉണ്ടാവും. അവിടെ യാതൊരു കുഴപ്പമില്ല, പൂർണ്ണ സ്വതന്ത്രനായിട്ടിരിക്കാം. കൃച്ഛ്രായ തപസേ ചേഹ പ്രേത്യ ആനന്ദസുഖായ ച. ശരീരം പോയതിനു ശേഷവും അവർക്ക് പരമസുഖമാണ്. ശിലോഞ്ചവൃത്യാ പരിതുഷ്ടചിത്തോ ധർമ്മം മഹാന്തം വിരജം ജുഷാണഃ മയ്യർപ്പിത ആത്മാഗൃഹയേവ തിഷ്ഠൻ നാദിപ്രസക്ത സമുപൈതി ശാന്തിം. അങ്ങനെ ശിലോഞ്ചവൃത്തി കൊണ്ട് പരിതുഷ്ടാത്മാവായി ജീവിക്കുന്നവൻ, ആ ആളെ പറ്റിയിട്ട് കൃഷ്ണൻ പറയുന്നതാണിത്. ശിലോഞ്ചവൃത്യ പരിതുഷ്ടചിത്തോ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? ശിലോഞ്ചവൃത്യ. ശിലവൃത്തി ഉഞ്ചവൃത്തി എന്ന് പറയുന്ന രണ്ട് വൃത്തി മനുഷ്യജീവിതത്തെ എല്ലാ സന്ദർഭങ്ങളിലും പരിപൂർണ സ്വാതന്ത്ര്യത്തോടുകൂടി നിലനിർത്തി ആ ആന്തരസുഖവും ആത്മാഹ്ലാദവും പൂർണ്ണമായി പ്രദാനം ചെയ്യുന്ന വിശേഷപ്പെട്ട ഒരു ജീവിത വൃത്തിയും അനുഷ്ഠാനവുമാണത്. ആ ശിലോഞ്ചവൃത്തി കൊണ്ട് പരിതുഷ്ടചിത്ത, അതിൽ സന്തോഷിക്കണം ഒരു മനുഷ്യൻ. മനുഷ്യന് സന്തോഷം എന്തിലുമാവാം. ക്രിക്കറ്റ് കണ്ട് സന്തോഷിക്കാം, ഗാമ്പിൾ ചെയ്ത് സന്തോഷിക്കാം, ചീട്ട് കളിച്ച് സന്തോഷിക്കാം, അന്യരെ കുറ്റം പറഞ്ഞ് സന്തോഷിക്കാം, കൊടുങ്ങല്ലൂർ പോലെയുള്ള ദേവീക്ഷേത്രത്തിൽ തെറി പറഞ്ഞ് സന്തോഷിക്കാം, മദ്യപിച്ച് ആരെങ്കിലും കുറേ വഷൾ പറഞ്ഞ് അങ്ങനെ സന്തോഷിക്കാം. പലതരത്തിലാണ്, ഒക്കെ സന്തോഷമാണ്. നമുക്കിവിടെ സന്തോഷം എന്താ? ശിലോഞ്ചവൃത്യ പരിതുഷ്ടചിത്ത. ഞാൻ ഇങ്ങനെ ഒരു ഉപദ്രവം ഒരാൾക്കും ചെയ്യാതെ, ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു മണി പോലും ഒരു പൈസ പോലും മേടിക്കാതെ, ബാക്കിയുള്ളവർക്ക് ഉപദ്രവമായിരിക്കുന്ന സംഗതികൾ ആ ഉപദ്രവം മാറ്റിക്കൊണ്ടുവന്ന് എനിക്കൊരു ഉപകാരമാക്കി തീർക്കുന്നതിലാണ് എനിക്ക് സന്തോഷം എന്ന് വിചാരിച്ച ഒരാൾ ജീവിക്കുകയാണെങ്കിലോ, നിങ്ങൾ ഇച്ഛാപൂർവം ഒരു ദിവസം പട്ടിണിയെടുക്കും, ഇച്ഛാപൂർവം ഒരു ദിവസം ഉപവാസിരിക്കും. അപ്പം ഞാനിത് പറയുന്ന സമയത്ത് ന്യൂസ് പേപ്പറിൽ നിന്ന് കണ്ടു, നമ്മുടെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി 3 ദിവസം ഉപവാസം അനുഷ്ഠിക്കാൻ പോവാണെന്നേ, നരേന്ദ്രമോദി. അദ്ദേഹം പറയണത് ഈ ഉപവാസം ഗുജറാത്തിനെ മുഴുവൻ പവിത്രമാക്കാൻ വേണ്ടിയാണെന്ന്. ഞാനിന്ന് പത്രങ്ങൾക്കൊരു പ്രസ്താവന എഴുതി കൊടുത്തിട്ടുണ്ട്. ഉപവസിക്കാനുള്ളത് നമ്മുടെ ജന്മാവകാശമാണ്, മതാവകാശമാണ്. ഉപവസിക്കുന്നത് ഒരാളും എതിരായിട്ടല്ല. നമ്മളൊന്നും കഴിക്കാതെ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധമാക്കുകയാണ്. എങ്ങനെ ഊണ് കഴിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ, അതുപോലെ ഊണ് കഴിക്കാതെ ഇരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. യജ്ഞം, ദാനം, തപസ് എന്ന് പറയുന്ന 3 ഭഗവത്ഗീതയിൽ കൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇവിടെയും പറയുന്നുണ്ട്. ആ യജ്ഞം, ഈശ്വരനെക്കുറിച്ച് നാം ചെയ്യുന്നതെന്തോ അത് മുഴുവനും ആ യജ്ഞം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ദാനം, ആർക്ക് വേണമെങ്കിൽ എന്തു വേണമെങ്കിൽ നമ്മൾ കോരി കൊടുക്കണം എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയണത്. പിന്നെയോ തപസ്,
എന്താ ഈ തപസ്? പലതരത്തിലുള്ള തപസ്സാണ്. അതിൽ അനാശാസ്യമായ കാര്യങ്ങൾ മുഴുവൻ കളഞ്ഞ് ആശാസ്യമായതിനെ ഉൾപ്പെടുത്തുക. ആ തപസ്സിൽ ഒന്നെന്താ? എന്നും നാം ഊണ് കഴിക്കണം. ഒരു ദിവസം ഊണ് കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരിക്കലും മതിയെന്ന് തീരുമാനിച്ചു, അതൊരു തപസ്സായി. ഉപവാസം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം ഭഗവാന്റെ അടുത്തിരിക്കുക എന്നാണ്. ഉപവസിക്കുക, സമീപത്ത് വസിക്കുക. അപ്പോൾ എന്നും ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യണം തോന്നും. ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ കഴിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു വിചാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും നമുക്ക് ആ ഉള്ളിൽ ഒരു തപസ്സായി. അങ്ങനെ ഉപവസിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ കാര്യമാണ്. നാം എന്തെങ്കിലും ഒരു ലക്ഷ്യം നമ്മുടെ രാജ്യത്തിനോ ദേശത്തിനോ രാഷ്ട്രത്തിനോ വേണ്ടി ഉദ്ദേശിച്ച് ആ ലക്ഷ്യം നിർവഹിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ഉപവസിക്കാനാണ് തോന്നിയത്. എന്താ അപ്പം അതിൽ തെറ്റ്? ഒരു തെറ്റുമില്ല. ഞാൻ പറയുകയാണെങ്കിൽ മതസ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണത്. യജ്ഞവും ദാനവും തപസ്സും എപ്പോഴും എല്ലാവരും അനുഷ്ഠിക്കണമെന്നാണ് നമ്മുടെ ധർമ്മശാസന. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽപ്പെട്ട ഉപവാസം. അതുമാത്രമല്ല, ഒരാൾ നല്ല ഒരു മനുഷ്യൻ രാജ്യത്തിൻ്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഉപവസിക്കാൻ പുറപ്പെട്ടാൽ അനവധി ആൾക്കാരുടെ മനസ്സ് അതിൽ പങ്കാളികളാകും, അതിൽ കൂടിച്ചേരും. ആരെങ്കിലും ഒരാൾ പട്ടിണി കിടന്നു എന്നുണ്ടെങ്കിൽ അത് ആത്മഹത്യാശ്രമമാണെന്ന് ചിത്രീകരിച്ച് പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോവേ സലൈൻ അല്ലെങ്കിൽ ഡ്രിപ്സ് കൊടുക്കാനോ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വളരെ തെറ്റാണ്. നമ്മുടെ മതസ്വാതന്ത്ര്യത്തിലുള്ള ഒരു കുതിരകയറ്റമാണത്. ഒരിക്കലും നമുക്കത് അനുവദിക്കാൻ പറ്റില്ല. എന്തിനു വേണ്ടിയായാലും ഒരാൾ പട്ടിണി കിടക്കാൻ തീരുമാനിച്ചാൽ ആർക്കെന്താ പറയാനുള്ളത്? ഊണ് കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്ന് മോഷണം നടത്തിയാൽ നിങ്ങൾക്ക് പിടിച്ചു നിർത്താം. അധികം ഊണ് കഴിച്ചാലും കൂടി കുഴപ്പമുണ്ടെന്ന് വരാം. പട്ടിണി കിടന്നതുകൊണ്ട് എന്ത് കുഴപ്പമാണ് വരിക? ആ ആളുടെ മനസ്സിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പട്ടിണി കിടക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ഗുജറാത്ത് നന്നാവാൻ വേണ്ടി 3 ദിവസം ഉപവാസമാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയും അത് ചെയ്യേണ്ടതാണ്. ക്യാബിനറ്റ് മുഴുവനും ചെയ്യണം. അപ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ഒരു മാജിക് ബാൻഡ് ഇല്ല കറപ്ഷൻ നിർത്താൻ. മാജിക് ബാൻഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ ക്യാബിനറ്റ് മുഴുവൻ ഒരു 10 ദിവസമെങ്കിലും ഉപവസിക്കട്ടെ. എന്തുകൊണ്ട് അവർക്ക് തോന്നുന്നില്ല? അപ്പോൾ അവരവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഉപവസിക്കുന്ന ഒരാളെ കടന്നു പിടിച്ച് ബലാൽ കൊണ്ടുപോയി അവർക്ക് ഗ്ലൂക്കോസ് കൊടുക്കാൻ നോക്കിയാൽ എങ്ങനെയാണ് നടക്കുക? വലിയൊരു തെറ്റാണ്. എനിക്കിതിൽ വലിയ ഫീലിങ്സാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാനിന്നൊരു പത്രപ്രസ്താവന എഴുതി കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു പ്രസ്താവന എന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മസ്വഭാവികൾ ബ്രാഹ്മണർ, അവരുടെ ജീവിതം എത്ര കണ്ട് തപസ്സിൽ അധിഷ്ഠിതമാണ് എന്ന് നാം വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കൃഷ്ണൻ ഉദ്ധവനോട്. ഈ തപസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് കാട്ടിൽ ചെന്ന് തലകുത്തി നിന്ന് കുടീരത്തിൽ ഏകാന്തവാസം നയിക്കുന്നത് മാത്രമാണ് തപസ് എന്ന് വിചാരിക്കരുത്. തപസ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിതമായിരിക്കുന്ന ജീവിതം, പവിത്രമായ ജീവിതം. കൂടുതൽ കൂടുതൽ നമ്മുടെ ഉള്ളിലാവണം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പുറം പൂച്ചിലോ പുറം പകിട്ടിലോ അല്ല. അങ്ങനെ ഒതുങ്ങി നിയന്ത്രിതമായി ആന്തരമായിരിക്കുന്ന പവിത്രതയ്ക്കും ആനന്ദത്തിനും വേണ്ടി പരിശ്രമിക്കുന്ന ക്രമീകൃതമായ ജീവിതത്തെയാണ് വാസ്തവത്തിൽ തപോജീവിതം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മസ്വഭാവികൾ, പരബ്രഹ്മത്തെ അറിയാൻ പറ്റിയ പ്രകൃതം സ്വഭാവവിശേഷം ഉള്ളവരാണ് ഈ ബ്രാഹ്മണർ, ബ്രഹ്മസ്വഭാവികൾ. അവരുടെ ജീവിതവൃത്തിയാണ് പറഞ്ഞത്. തൻ്റെ ജീവിതവൃത്തിക്ക് വേണ്ടി ഒരു സാധനവും തനിക്ക് വേണ്ട. വല്ലവരും കൊടുത്താൽ സമ്മാനമായിട്ടോ അല്ല അനുഗ്രഹം കിട്ടണം എന്ന് വിചാരിച്ചോ സമർപ്പണമായിട്ടോ കൊടുത്താൽ അതും കൂടി വേണ്ട എന്ന് പറഞ്ഞ് ശിലോഞ്ചവൃത്യാ പരിതുഷ്ടചിത്തോ. ശിലവൃത്തി, ഉഞ്ചവൃത്തി എന്ന് 2 തരത്തിലുള്ള വൃത്തി. അത് രണ്ടുകൊണ്ടും പരിതുഷ്ടചിത്ത. കൊയ്ത്ത് കഴിഞ്ഞ സ്ഥലത്ത് പോയി അവിടെ കൊഴിഞ്ഞു കിടക്കുന്ന ധാന്യങ്ങൾ അടിച്ചുകൂട്ടി ഇളക്കി എടുത്തു കൊണ്ടുവന്നു. അത് ചേറി വെടുപ്പാക്കി ഒന്നുകിൽ സ്വയം ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ധർമ്മപത്നി ചെയ്തു. അതിൽ മിച്ചമുണ്ടെങ്കിൽ അത് കൊടുത്ത് ബാക്കിയുള്ള സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞുകൂടുന്ന സ്വഭാവം. അല്ലെങ്കിൽ അങ്ങാടിയിൽ പോയി കൊഴിഞ്ഞു കിടക്കുന്ന ധാന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ പിന്നെ ഒരാൾക്ക് ഉപദ്രവമില്ലല്ലോ. താൻ ചെയ്യുന്ന പ്രവൃത്തിയോ മറ്റുള്ളവർക്ക് അങ്ങേയറ്റം ഉപകാരവുമായി. അല്ലെങ്കിൽ ഇതൊക്കെ കളയായിട്ട് മുളച്ച് അവർക്ക് പറിച്ചു നീക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ആർക്കും ഉപദ്രവമില്ലാത്തതും എന്നാൽ പരോപകാരം നിറഞ്ഞു നിൽക്കുന്നതുമായ ഈ ശിലോഞ്ചവൃത്തി കൊണ്ട് ജീവിതം കഴിക്കുന്ന കൂട്ടരുണ്ടല്ലോ. പരിതുഷ്ടചിത്ത. എന്തൊരു സന്തോഷവും എന്തൊരു ഉത്സാഹവുമാണ് അവിടെ. എന്താ കാരണം? ഒരൊറ്റ ആളുടെ അടുത്തുനിന്ന് ഒന്നും ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി മേടിക്കുന്നില്ലല്ലോ. എല്ലാവരും ശ്വസിക്കുന്ന പോലെ ഞാൻ ശ്വസിക്കുന്നു, കുടിക്കുന്ന പോലെ വെള്ളമെടുത്ത് കുടിക്കുന്നു. എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എടുക്കുന്ന ധാന്യം ഇങ്ങനെ കിട്ടുന്നതാണ്. അപ്പം അതിൽ ആ സ്വാതന്ത്ര്യത്തിലും
ആ ഉൾ സൗഭാഗ്യത്തിലും വളരെയധികം സന്തോഷം തോന്നിക്കൊണ്ട് ധർമ്മം മഹാന്തം വിരജം ജുഷാണഃ, രജോ ഗുണത്തിൻ്റെ സ്വല്പം പോലും അംശമില്ല. അതിൽ നിന്ന് വരുന്നതാണ് ആശ, ഉദ്വേഗം, പല വിധത്തിലുള്ള പ്രവൃത്തികളൊക്കെ. അതൊന്നുമില്ലാതെ ധർമ്മം മഹാന്തം. ധർമ്മം പലതരത്തിലും പല തലത്തിലുമുണ്ട്. അതിൽ ഏറ്റവും വിശേഷപ്പെട്ടതാണ് ഈ ശിലോഞ്ചവൃത്തികൾ എന്ന് പറയുന്നത്. അങ്ങനെ മൈ അർപ്പിതാത്മാ ഗൃഹയേവ തിഷ്ഠൻ, ഇങ്ങനെ ശിലോഞ്ചവൃത്തി കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലാണ് താമസിക്കുന്നത്, വസിക്കുന്നത് എന്നുണ്ടെങ്കിലും മൈ അർപ്പിതാത്മാ, അദ്ദേഹത്തിൻ്റെ മനസ്സും ഹൃദയവുമുണ്ടല്ലോ അത് മുഴുവനും ഈശ്വരനിൽ സമർപ്പിക്കപ്പെട്ടതാണ്. നാദിപ്രസക്ത സമുപൈതി ശാന്തിം, ബാക്കിയുള്ളവരെ പോലെ പേരിനൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്, 1-2 കുട്ടികളുണ്ടായിട്ടുണ്ട്, ആ കുട്ടികളെ പഠിപ്പിക്കുന്നു, ഉപനയനം കഴിക്കേണ്ടവരെ കഴിപ്പിച്ചു, ഇതൊക്കെ ചെയ്ത് സാധാരണക്കാരെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ന അതിപ്രസക്ത, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതിപ്രസക്ത ന, അദ്ദേഹത്തിന് ഭാര്യയോടാകട്ടെ, കുട്ടികളോടാകട്ടെ, വീടിനോടാകട്ടെ, തൻ്റെ ജീവിത വൃത്തിയോടാകട്ടെ ക്രമത്തിലധികം ഒരു ശക്തി, ഒരൊട്ടൽ, മോഹിതമായിരിക്കുന്ന ആ ആശാപാശം അതില്ല. അങ്ങനെയുള്ള ആള് സമുപൈതി ശാന്തിം, ശരിയായിട്ടുള്ള ശാന്തി ഒരു കഷ്ടപ്പാടും കൂടാതെ വേണ്ടത്ര അളവിൽ അനുഭവിക്കുന്നു. ശിലോഞ്ചവൃത്യാ പരിതുഷ്ടചിത്തോ ധർമ്മം മഹാന്തം വിരജം ജുഷാണഃ മൈ അർപ്പിതാത്മാ ഗൃഹയേവ തിഷ്ഠൻ നാദിപ്രസക്തഃ സമുപൈതി ശാന്തിം. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു ജനവിഭാഗം എന്ന് പറഞ്ഞാൽ 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകൾ ഇങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. ഒരു സമാജത്തിൽ, ഒരു 10,000 പേരുള്ള സമാജത്തിൽ ഒരാളെങ്കിലും 2 ആളെങ്കിലും ഇങ്ങനെ ഉണ്ടായാൽ മതി. ഏറ്റവും മികച്ച രത്നമായിട്ടാണ് സമാജത്തെ അദ്ദേഹം പ്രകാശിപ്പിക്കുന്നതും അനുഗ്രഹിക്കുന്നതും. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? പർവ്വതത്തോളം സ്വർണം കിട്ടിയാൽ അനുഗ്രഹമായി എന്നുള്ളൊരു തോന്നലുണ്ടോ? നമുക്ക് സന്തോഷമുണ്ടാവുന്നത് മനസ്സിൽ നിന്നാണ്. മനസ്സ് സന്തോഷിക്കണമെങ്കിൽ അതിന് നിയന്ത്രണവും നിഷ്ഠയും വേണം. ഈശ്വരനോട് അകൈതവമായിരിക്കുന്ന ഭക്തി, ആശ്രയബുദ്ധി, സ്നേഹം ഇത് നമുക്ക് തോന്നണം. അങ്ങനെ സ്നേഹമസൃണമായ ഒരു ജീവിതത്തിന് മാത്രമേ സന്തോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ. ആ മനസ്സ് നന്നാവാനും ഈ സന്തോഷം അനുഭവിക്കാനും ഇടവരുത്തും ഇത്തരത്തിലുള്ള ബ്രാഹ്മണരുടെ ജീവിതം. സമുദ്ധരന്തിയേ വിപ്രം സീതന്തം മത്പരായണം താൻ ഉദ്ധരിഷ്യേ നചിരാത് ആപദ്ഭ്യോ നൗരിവാർണവാത്. സമുദ്ധരന്തിയേ വിപ്രം സീതന്തം, ഇങ്ങനെയുള്ള ബ്രഹ്മസ്വഭാവികൾ ബ്രാഹ്മണർ ജീവിതത്തിൽ ചിലപ്പോൾ കഷ്ടപ്പെട്ടു എന്ന് വരാം. ബ്രാഹ്മണർ കഷ്ടപ്പെടുന്ന കാലമുണ്ടോ? ഉണ്ട്. ധാന്യമില്ല, വിളയുണ്ടായില്ല എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും? എവിടെ പോയിട്ടാ പെറുക്കുക? പെറുക്കാൻ വല്ലതും കിട്ടണ്ടേ? ചില ഈതിബാധകൾ കൊണ്ട് ഒരു കൊല്ലത്തെ വിള മുഴുവനും നശിച്ചു പോയാൽ ഇവർക്ക് അടിച്ചുകൂട്ടിയെടുക്കാൻ എന്താ കിട്ടുക? അപ്പം അവരും കഷ്ടപ്പെടുന്ന കാലമുണ്ട്. ആ കഷ്ടപ്പാട് പ്രകൃതിയ ഈതിബാധകൾ കൊണ്ട് വന്നതാകാം, അല്ലെങ്കിൽ വ്യക്തിപരമായി കുടുംബത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വന്നതാവാം. നമ്മുടെ മുൻപിൽ അങ്ങനെയുള്ള ഒരു ജീവിതത്തിൻ്റെ ദൃഷ്ടാന്തം ആരാ? സുദാമാവാണ്. ആ സുദാമാവിൻ്റെ ചരിത്രം ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. കുറേ മാസങ്ങൾ മുൻപായിരിക്കാം അത്. സുശീലയാണ് പറഞ്ഞത്, മഹാപ്രഭോ നമുക്ക് ഇത്രയധികം കഷ്ടപ്പാടുണ്ടല്ലോ. അങ്ങയുടെ സുഹൃത്താണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ആര്? കൃഷ്ണ പരമാത്മാവ്. അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് എവിടെയാ? ദ്വാരകയിലാ, സമുദ്രത്തിലാ ബംഗ്ലാവ് കെട്ടി വാഴുന്നത്. അങ്ങയുടെ സുഹൃത്തല്ലേ? അതെ. ഒരുമിച്ച് പഠിച്ചിട്ടില്ലേ? ഉവ്വ്. കാട്ടിലൊക്കെ പെട്ട് ഒന്നിച്ചിരുന്നില്ലേ? കെട്ടിപ്പിടിച്ച് രാത്രി മഴ പെയ്തപ്പോൾ? ഉവ്വ്, അതും നടന്നു. അപ്പോൾ ഇത്ര അടുപ്പമുള്ള കൃഷ്ണനാണെങ്കിൽ അവിടെ ചെന്ന് ഒന്ന് പറഞ്ഞൂടെ നമ്മുടെ കാര്യം? എന്തായാലും സുദാമാവിൻ്റെ മനസ്സ് സമ്മതിക്കില്ലല്ലോ. അദ്ദേഹത്തിന് ആ ബ്രാഹ്മണ തേജസ്സും ബ്രാഹ്മണ നിഷ്ഠയുമുണ്ട്. താൻ കഷ്ടപ്പെടുന്നു എന്നുള്ളത് വാസ്തവമാണ്. കുടുംബവും കഷ്ടപ്പെടുന്നു. അത് കാണാൻ കുറച്ച് വിഷമമുണ്ട്. എന്നാൽ ആ കഷ്ടപ്പാടിൻ്റെ വയ്യാവലി ചെന്ന് വേറെ ഒരാളോട് പറയുക. അത് ആരോട്? ദ്വാരകയിൽ അധിവസിക്കുന്ന കൃഷ്ണപരമാത്മാവോട്. അദ്ദേഹത്തിന് അവിടെ ഒരു പഞ്ഞുമില്ല, ഒരു പാടുമില്ല. അങ്ങനെ ഒരാളുടെ അടുത്ത് ചെന്ന് എൻ്റെ കാര്യം ഉണർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാലും സുശീല പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പോണമെന്ന് തോന്നിയത്ര. എന്താ? കൃഷ്ണനെ കാണാൻ ഒരവസരമായല്ലോ, സുഹൃദർശനം നല്ലതാ, കുറച്ചു നേരം പോയി കണ്ട് തമ്മിൽ വർത്തമാനം പറഞ്ഞു വരാം, അതൊരു സൗഭാഗ്യമാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ചു. എന്താ കൊണ്ടുപോവുക ചോദിച്ചപ്പോൾ കയ്യിലൊന്നുമില്ല, ഈ അടിച്ചു പെറുക്കി കൂട്ടിയതുമില്ല.
അപ്പം അടുത്ത വീട്ടുകളിൽ ചെന്ന് പറഞ്ഞപ്പോഴാണ് ഇത്രേ കുറച്ച് അവിൽ കൊടുത്തത്. അത് അവർ നല്ല അവിൽ കൊടുക്കുമോ, ചേറിയതിന് ശേഷം ബാക്കിയുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം കൂടി ഒരു കീറത്തുണിയിൽ ഒരു കെട്ടി കക്ഷത്തിൽ വെച്ചിട്ടാണ് ഈ സുദാമ പോയത്. അങ്ങനെ കഷ്ടപ്പെടുന്ന ചില ബ്രാഹ്മണരുണ്ടല്ലോ. സമുദ്ധരന്തിയേ വിപ്രം സീതന്തം മത്പരായണം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാ? എല്ലാ കാര്യത്തിനും എല്ലായ്പ്പോഴും എല്ലായിടങ്ങളിലും ഒരേപോലെ ജഗദീശ്വരനെ മാത്രം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ആള്. തൻ്റെ ജീവിതത്തിൽ എല്ലാറ്റിനും ഈശ്വരൻ മാത്രം ആശ്രയം. ഉണ്ടാവാനും ഇല്ലാതെയാവാനും ഉള്ളതിൽ മാറ്റം വരുത്താനും നല്ലതോ ചീത്തയോ വേർതിരിച്ചറിയാനും ചീത്തയെ തള്ളാനും നല്ലത് ഗ്രഹിക്കാനും നല്ലതിനും ചീത്തയ്ക്കും മീതെ പോവാനും എല്ലാറ്റിനും കാരണം ഈശ്വരൻ തന്നെ എന്ന് വിചാരിച്ച് പരിപൂർണമായി ആശ്രയിച്ചിരിക്കുന്ന ആൾ കഷ്ടപ്പെടുന്നവനാണെങ്കിൽ താൻ ഉദ്ധരിഷ്യേ നചിരാത്. ആ ആളെ സഹായിക്കാൻ വേണ്ടി ഒരു ബ്രാഹ്മണനെ സഹായിക്കാനോ സമയോചിതമായി എന്തെങ്കിലും സേവനം ചെയ്യാനോ ആരാരെല്ലാം പോകുന്നുണ്ടല്ലോ, ആ കഷ്ടപ്പാട് നീങ്ങാൻ വേണ്ടി ഒരു പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഒരിടങ്ങഴി അരി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വസ്ത്രം കൊടുക്കുക, എന്താ അദ്ദേഹത്തിന് ആവശ്യം എന്ന് വെച്ചാൽ അത് കൊടുത്ത് സഹായിക്കുന്നവരുണ്ടല്ലോ, ആ ആൾക്കാരെ താൻ ഉദ്ധരിഷ്യേന ചിരാത്. അങ്ങനത്തെവർ ഞാൻ തെരഞ്ഞു പിടിച്ച് ജീവിതത്തിൽ ഉദ്ധരിക്കുന്നു. ആപദ്ഭ്യോ നൗരിവാർണവാത്. മുങ്ങിപ്പോകുന്ന ഒരാൾക്ക് ഒരു തോണി കിട്ടിയാൽ എങ്ങനെയോ ആ തോണി കൊണ്ടുപോകുന്നത് പോലെ അവരെ ഞാൻ ആപത്തിൽ നിന്ന് രക്ഷിക്കും എല്ലാ സമയത്തും. ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അനുഗ്രഹം അനുഗ്രഹം എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാ? എന്നോടൊരാൾ ചോദിച്ചു നാസിക്കിൽ വെച്ചിട്ട്, ഞങ്ങൾക്കൊരു ഗുരുവുണ്ട് സ്വാമിജി, ആ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് ഞങ്ങൾക്ക് ആ ഗുരുഭക്തി എന്നൊന്നു മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഞങ്ങളുടെ ഈ ഗുരുഭക്തി ശരിയാണോ നല്ലതാണോ അതിനെന്തെങ്കിലും വിലയുണ്ടോ ചോദിച്ചു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു പ്രകൃതമാറ്റം വന്നു. എന്താ അവർ പറയുന്നത്? ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല, ഒരു ഗുരുവുണ്ട്, അദ്ദേഹത്തിനോട് ഭക്തിയുണ്ട്, ഈ ഗുരുഭക്തി മാത്രം മതിയോ? ഇത് ജീവിതത്തിൽ ശ്രേഷ്ഠമാണോ? അതോ ഇനി നമ്മുടെ ശാസ്ത്രങ്ങൾ എന്തെങ്കിലും വേറെ വല്ലതും പറയുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. അവരുടെ ചോദ്യത്തിൻ്റെ പിന്നാലെ ഞാൻ മനസ്സിലാക്കിയത് അവർ വളരെയധികം ഗുരുഭക്തിയുള്ള കൂട്ടരാണ്. ഈ ലോകത്തിൽ ഈശ്വരഭക്തന്മാരെ ധാരാളം കാണാം, പക്ഷേ ഗുരുഭക്തന്മാരെ കാണില്ല. എന്താ? ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ ഭക്തനാകുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ബിംബത്തിൻ്റെ അടുത്തോ ഏതെങ്കിലും വിഗ്രഹത്തിൻ്റെ അടുത്തോ ചെന്ന് അയ്യോ നീയാണ് എൻ്റെ സർവസ്വം എന്ന് പറയുന്നതിന് വിഷമില്ല. ആ ബിംബം നമ്മളോട് തിരിച്ചൊന്നും പറയില്ലല്ലോ. ഒരു ഗുരു ആവുമ്പോൾ നിങ്ങൾ പോകുന്നത് അദ്ദേഹം കാണും, നിങ്ങളുടെ മുഖം അദ്ദേഹം കാണും, നിങ്ങൾ പറയുന്ന വാക്കിൽ എന്തെങ്കിലും കളങ്കമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് എടുത്തു പറയും, അശുദ്ധികളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും. അങ്ങനെയുള്ള ആളാണ് ഗുരു. അതിനാണല്ലോ അവിടെ പോകുന്നത്. നമ്മൾ ഈശ്വരൻ മിണ്ടുകയാണെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് പോകേണ്ടി വരില്ല. അപ്പം ആ ഗുരുഭക്തി ഉണ്ട് എന്നങ്ങോട്ട് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മറുപടി പറയാം, നിങ്ങൾ കേൾക്കുമോ വേണ്ടതുപോലെ ചോദിച്ചു. ആ നിങ്ങൾ കേൾക്കും സ്വാമിജി പറയൂ. എന്നാ കേട്ടോളൂ. നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോയി ഒരു ബിംബത്തിൻ്റെ മുൻപിൽ നിന്നു, പറയേണ്ടതൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചു, സ്തുതിച്ചു, മടങ്ങി വന്നു. നിങ്ങൾ പോയത് ആ ബിംബം കണ്ടുവോ? പറഞ്ഞത് കേട്ടുവോ? ഇല്ല. എന്താ കാരണം? ആ ബിംബത്തിന് കണ്ണും മൂക്കൂല്ല. കാര്യം ആരാധിക്കാൻ ഒരു പാത്രമായിട്ടിരിക്കുന്നതൊഴികെ നമ്മളോട് സമ്പർക്കം പുലർത്താനുള്ള ഒരു സോഴ്സ്, ഒരു ഏജൻസി അല്ലാതെ. നേരെ മറിച്ച് നിങ്ങൾ ഒരു ഗുരുവിൻ്റെ മുൻപിലാ ചെന്ന് നമസ്കരിച്ചത്, പറയേണ്ടത് പറഞ്ഞ് എന്നുണ്ടെങ്കിലോ നിങ്ങൾ പോകുമ്പോഴേക്കും നിങ്ങൾ ഗുരുവിനെ കാണുന്ന മാതിരി അദ്ദേഹം നിങ്ങളെയും കാണും. അപ്പം നിങ്ങൾ പറയുന്നത് അദ്ദേഹം കേൾക്കും. ഒരു ക്ഷേത്രത്തിലോ മന്ദിരത്തിലോ ചെന്നാൽ പറയുന്നത് നിങ്ങളുടെ ചെവികളെ കേൾക്കുന്നുള്ളൂ. ഇവിടെയോ കൂടുതലായ 2 ചെവികളും കൂടി നിങ്ങളുടെ പ്രാർത്ഥനയും ആവശ്യവും കേൾക്കുന്നുണ്ട്. ഏതാ മേലേ ചോദിച്ചു ഞാൻ. അവർക്ക് വളരെ സന്തോഷമായി. ഒരു ഗുരുവിന് മാത്രമേ നിങ്ങൾ പറയുന്നത് കേൾക്കാനും നിങ്ങളെ കാണാനും പറ്റുള്ളൂ. അപ്പം ഞങ്ങളുടെ സങ്കടത്തിൽ ഒരാളും കൂടി പങ്കാളിയാണല്ലോ. അങ്ങനെ ഗുരുവിൻ്റെ സങ്കല്പം കൊണ്ട് ശിഷ്യന്മാരുടെ പല കാര്യങ്ങളും ദുർദശകളും മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ സുദാമാവ് അവിടെ പോയി പറയാൻ വിട്ടുപോയി. എന്ത്? സുശീല പറഞ്ഞയച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ പടുദാരിദ്ര്യം ഒന്ന് അങ്ങയുടെ അടുത്ത് അറിയിക്കണം, എന്നിട്ട് എന്തെങ്കിലും കാരുണ്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടാണെന്ന്. അതും കൂടി പറയാൻ കൃഷ്ണൻ സമയം കൊടുത്തില്ല. രാത്രി മുഴുവൻ വർത്തമാനം പറഞ്ഞിരുന്നു.
കാണുമ്പോഴേക്ക് ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, കൊണ്ടുപോയി തൻ്റെ ഇരിപ്പിടം എടുത്തു കൊടുത്തു. രാത്രി മുഴുവൻ പഴയ വർത്തമാനം പറഞ്ഞ് വീശിക്കൊടുത്ത് ഉറക്കി പിറ്റേ ദിവസം വെളിച്ചമായിട്ട് പോവാൻ വഴിയാക്കിയിട്ടാണ് വന്നത്. പോകുമ്പോൾ സുധാമാവിന് വലിയ വിഷം. സുശീല പറഞ്ഞയച്ചത് എന്തിനാ? നമ്മുടെ ദാരിദ്ര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാ. അവിടെ ചെന്നിട്ടോ കൃഷ്ണൻ പറഞ്ഞതൊക്കെ കേട്ടു. എൻ്റെ കക്ഷത്തിൽ നിന്ന് പിടിച്ചു വലിച്ചിട്ടാണ് അവിലെടുത്ത് തിന്നത്. ഇങ്ങനെയൊക്കെയാണ് നടന്നത്. ഇനി സുശീലയോട് ഞാൻ എന്ത് പറയുന്നായി? അവിടെ പോയപ്പോഴോ സ്ഥിതി വേറെയാണ്. തൻ്റെ പാർപ്പിടവും തൻ്റെ സ്ഥലവും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ മാളികകളാണ് അവിടെ ഉണ്ടായി കഴിഞ്ഞിരുന്നത്. ഒരു നിലയ്ക്ക് സാങ്കല്പികമോ കൽപ്പനാത്മകമോ ആകാം ഇത്. പക്ഷേ ഇതിൻ്റെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നതാണ്, താൻ ഉദ്ധരിഷ്യേന ചിരാത് ആപദ്ഭ്യോ നൗരിവാർണവാത്. ആപത്തിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കും. ഒരു തോണി കൊടുത്ത് മുങ്ങുന്നവനെ രക്ഷിക്കുന്നത് പോലെ ഞാൻ ചെയ്യും. സർവാഹ സമുദ്ധരേദ്രാജ പിതേവ വ്യസനാത് പ്രജാഃ ആത്മാനമാത്മനാധീരോ യഥാ ഗജപതിർഗജാൻ. സർവാഹ സമുദ്ധരേദ്രാജ പിതേവ വ്യസനാത് പ്രജാഃ. നിങ്ങളെല്ലാവരും വിചാരിക്കും രാജാവ് എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിലിരുന്ന് എല്ലാ സുഖസമൃദ്ധിയോടും കൂടി ജീവിക്കുന്ന ആളാണ്. തൻ്റെ ജീവിതത്തിൽ തന്നെ ചോദിക്കാൻ ആരുമില്ല. എത്ര വേണമെങ്കിൽ വിവാഹം കഴിക്കാം, എത്ര കുട്ടികൾ വേണമെങ്കിൽ ഉണ്ടാവാം, പാടാൻ ആൾക്കാരുണ്ട്, നൃത്തം ചെയ്യാൻ ആൾക്കാരുണ്ട്, പല വിധത്തിലുള്ള മ്യൂസിക്, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് പ്ലേ ചെയ്യാൻ ആൾക്കാരുണ്ട്. അങ്ങനെ സുഖവും സൗകര്യവുമായിട്ട്. അതല്ല രാജാവ്. ഞാൻ എപ്പോഴും പറയും, സിംഹാസനം എന്ന് പറയുന്നത് വലിയ ഒരു ഭാരമാണ്. അത് സുഖിക്കാനുള്ള ഒരു ഇടമല്ല, ഒരു വിനോദ കേന്ദ്രമല്ല. നേരെ മറിച്ച് വലിയ ഒരു ഭാരം ചുമക്കുന്നതാണ് ഈ സിംഹാസനത്തിൻ്റെ ദൗത്യം. സർവാഹ സമുദ്ധരേ രാജാ. രാജാവ് എല്ലാവരെയും ഉദ്ധരിക്കണം. സർവ്വജനങ്ങൾക്കും സ്വാതന്ത്ര്യത്തോടുകൂടി ക്ഷേമത്തോടുകൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതാണ് രാജാവിൻ്റെ ഉദ്ദേശം. നമ്മുടെ രാജ്യത്തോട് തട്ടിച്ചു നോക്കൂ. നമുക്കിവിടെ സന്തോഷമായിട്ട് ജീവിക്കാനിപ്പോൾ പറ്റുമോ? എത്ര ലക്ഷം കോടി ഉറുപ്പികയാണ് നമ്മളെല്ലാവരും കൂടി കൊടുത്ത നികുതി പണം നമ്മുടെ സർക്കാരിൽ നിന്ന് മോഷ്ടിച്ചു പോയിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ വാഷിംഗ് ദ ഡേർട്ടി ലിനൻ, ആ വൃത്തികെട്ട വസ്ത്രങ്ങൾ കഴുകുകയാണിപ്പോൾ സുപ്രീം കോടതിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഒരു മന്ത്രി ഇന്നൊന്ന് പറഞ്ഞു, നാളെ വേറെ ഒരു മന്ത്രി ഒന്ന് പറഞ്ഞു, ഒരാൾ റിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു, ഇല്ല എനിക്ക് വിശ്വാസം ഉണ്ടെന്നായി വേറൊരാൾ. ഇങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞിട്ട് ജനങ്ങളെ വീർപ്പ് മുട്ടിക്കുകയാണിപ്പോൾ. ഇതല്ല ഭരണത്തിൻ്റെ ദൗത്യം. സർവ്വജനങ്ങൾക്കും സ്വാതന്ത്ര്യത്തോടും ക്ഷേമത്തോടും കൂടി ജീവിക്കാൻ പറ്റണം. അവരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവണം. സുഗമമായിരിക്കണം അത്. അധ്വാനത്തിന് തക്ക വേതനം നമുക്ക് കിട്ടണം. നമ്മുടെ കയ്യിലത്തെ നികുതി നാം കൊടുക്കണം. ആ കൊടുത്ത നികുതി വേണ്ടതുപോലെ ചെലവ് ചെയ്യണം. അതിൽ വെട്ടിപ്പും തട്ടിപ്പും ഒന്നും പാടില്ല. സർവാഹ സമുദ്ധരേദ്രാജ. രാജാവ് എല്ലാവരെയും ഉദ്ധരിക്കണം. അപ്പം അദ്ദേഹത്തിന് വേണ്ടതുപോലെ ഉറങ്ങാനും കൂടി സമയം കിട്ടിയെന്ന് വരില്ല. തൻ്റെ രാജ്യാതിർത്തിക്കുള്ളിൽ എന്താ അക്രമമോ അനീതിയോ ശരിയല്ലാത്ത പെരുമാറ്റമോ ആരുടെ ഭാഗത്തിൽ നിന്ന് എപ്പോൾ അർദ്ധരാത്രിക്ക് പോലും ഉണ്ടായാൽ അത് ഓടിയെത്തി പരിഹരിക്കാനുള്ള സൗകര്യങ്ങൾ, മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേണം. അപ്പം എല്ലാവരെയും ഉദ്ധരിക്കണം. പിതേവ വ്യസനാത് പ്രജാഃ. അവരുടെ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് അച്ഛൻ മക്കളെ എങ്ങനെ രക്ഷിക്കുമോ അതുപോലെ രക്ഷിക്കേണ്ടതുണ്ട്. ആത്മാനം ആത്മനാധീരോ. എന്നിട്ട് അവനവനെ രക്ഷിക്കാനോ, ഞാൻ നിങ്ങളെയൊക്കെ രക്ഷിച്ചില്ലേ അതുകൊണ്ട് നിങ്ങൾ എന്നെ രക്ഷിക്കൂ എന്ന് രാജാവ് പറയരുത്. അവനവനെ രക്ഷിക്കാനുള്ള ആത്മബലവും ശക്തിയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേണം. അതിനാണ് കയ്യിൽ വാള്. ആ വാള് പയറ്റാൻ അറിയണം. വാള് എന്ന് പറഞ്ഞാൽ നല്ല തൂക്കമുള്ളതാ. നല്ല രാജാക്കന്മാരുടെ വാളൊന്നും എടുത്തു നോക്കൂ, അത് എത്രയുണ്ടെന്ന്. ആ വാള് കയ്യിൽ പിടിച്ചൊന്നിങ്ങനെ കുലുക്കാൻ സാധാരണക്കാർക്ക് പറ്റില്ല. അപ്പം മെയ് അധ്വാനം നല്ലോണം ചെയ്യണം. മെയ് നല്ല പഴക്കമൊക്കെ വേണം, തഴക്കം വേണം. അതൊക്കെ ചെയ്ത് അവനവനെ ഉദ്ധാരിക്കാനും. ആത്മാനം ആത്മനാധീരോ യഥാ ഗജപതിർഗജാൻ. നല്ല ഒരു കൊമ്പനാന, ആനക്കൂട്ടത്തിൻ്റെ നേതാവായിരിക്കുന്ന ഒരു കൊമ്പനാന എന്തു ചെയ്യും? ഏതെങ്കിലും ആനകളൊക്കെ ചളിയിൽ വീണാൽ അവിടെ ചെന്ന് ആ ചളിയിൽ നിന്ന് പിടിച്ചങ്ങോട്ട് കയറ്റും. എന്നിട്ട് തന്നെ കയറ്റാൻ വേറൊരാളുണ്ടാവരുത്, താൻ സ്വയം കയറി ഇങ്ങനെ വരണം. അതുപോലെയാണ് രാജാവിൻ്റെ രാജധർമ്മം എന്ന് പറയുന്നത്. സർവാഹ സമുദ്ധരേദ്രാജ പിതേവ വ്യസനാത് പ്രജാഃ ആത്മാനം ആത്മനാധീരോ യഥാ ഗജപതിർഗജാൻ. അപ്പോൾ ഗജപതി ഗജങ്ങളെ എങ്ങനെ രക്ഷിക്കുന്നുവോ അതുപോലെ വേണം രാജാവ്
പ്രജകളെ രക്ഷിക്കാൻ. ഏവം വിധോ നരപതി വിമാനേന അർക്കവർച്ചസ വിധൂയേഹാശുഭം കൃഷ്ണം ഇന്ദ്രേണ സഹമോദതേ. രാജാവിങ്ങനെ പ്രജകളോടുള്ള കടമ, ആ ഭരണദൗത്യം വേണ്ടതുപോലെ നിർവഹിച്ച് സമ്പദ് സമൃദ്ധമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ, പ്രജകളെല്ലാവരുടെയും ക്ഷേമം ഭദ്രമായി ഉറപ്പുവരുത്തി എന്നുണ്ടെങ്കിൽ, തനിക്കും ഒരു കുഴപ്പമില്ലാതെ കഴിച്ചുകൂട്ടി എന്ന് വന്നാൽ ഉത്തമനായിരിക്കുന്ന രാജാവായി, രാജധർമ്മം പൂർണ്ണമായി സഫലമായി ആ രാജാവിൽ. ഏവം വിധോ നരപതി, ഇങ്ങനെ സ്വധർമ്മം പ്രജകളോടുള്ള കടപ്പാട് പൂർണ്ണമായി നിർവഹിക്കുന്ന നരപതി ഉണ്ടല്ലോ, വിമാനേന അർക്കവർച്ചസ, ക്ഷത്രിയ രാജാവിൻ്റെ ധർമ്മവും ആ ധർമ്മത്തിന് കിട്ടുന്നതായ സാഫല്യവും എന്താണെന്ന് പറയാം. സൂര്യപ്രകാശം പോലെയുള്ള ഒരു വിമാനത്തിൽ, അർക്കവർച്ചസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിമാനേന അർക്കവർച്ചസ, സൂര്യനെ പോലെ മിന്നിത്തിളങ്ങുന്ന ഒരു വിമാനത്തിൽ, വിധൂയേഹ അശുഭം കൃഷ്ണം, തൻ്റെ ജീവിതത്തിൽ പാപം പുണ്യം എന്ന് രണ്ടുണ്ട്. മനുഷ്യജന്മം എന്ന് പറയുന്നത് പാപവും പുണ്യവും തുല്യമാവുമ്പോഴാണ്. പുണ്യം കൂടിയ ദേവജന്മം, പാപം കൂടിയ മനുഷ്യേതര യോനികളിലാണ് പിറക്കുക. അപ്പം എല്ലാവർക്കും, രാജാവിനും പാപവും പുണ്യവും തുല്യമാണ്. അപ്പം നമ്മുടെ പാപപുണ്യങ്ങളെ പൂർണ്ണമായിട്ട് കഴുകിക്കളയണം. കൃഷ്ണം എന്ന് പറഞ്ഞാൽ ബാക്കി വയ്ക്കാതെ മുഴുവനും. ഇന്ദ്രേണ സഹമോദതേ, സൂര്യനെ പോലെ മിന്നിത്തിളങ്ങുന്ന ജാജ്വല്യമാനമായിരിക്കുന്ന ഒരു വിമാനത്തിൽ കയറി ഇന്ദ്രൻ്റെ ലോകത്തിൽ ചെന്ന് ഇന്ദ്രനോടുകൂടി സന്തോഷമായിട്ട് അദ്ദേഹം അവിടെ വിഹരിച്ചു കൊണ്ടിരിക്കും.